Good morning. Join ചെയ്യുന്നുള്ളൂ അല്ലേ എല്ലാവരും. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് ഓൺ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നേ അല്ലെ, ഫോർത്ത് മൊഡ്യൂളിലെ ചാപ്റ്റർ. അപ്പൊ അതിനകത്ത് നമ്മൾ എവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട്, നമ്മള് ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ എന്താണ് മീനിങ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്താണ് പറഞ്ഞു, നേച്ചർ, സ്കോപ്പ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു, റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. Then next നമ്മൾ പറഞ്ഞത് how to become a health care administrator. നമുക്ക് എങ്ങനെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആകാം, അല്ലെങ്കിൽ ആകുന്നത് എങ്ങനെ അല്ലെ, അതല്ലേ പറഞ്ഞു നിർത്തിയത്. എന്താ പറഞ്ഞത്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. ഡോക്ടേഴ്സ്, നേഴ്സസ്, സർജൻ ആൻഡ് ടെക്നീഷ്യൻ ഇവരൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ട് ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അവരെ കൺട്രോൾ ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യന്റുമായിട്ട് അപൂർവമായി, അതായത് ചില സന്ദർഭങ്ങളിൽ അവര് അപൂർവമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും വേണം. സാധാരണ രീതിയിൽ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ജിനിക്കൊന്ന് പേജ് നമ്പർ ഇട്ട് കൊടുത്തേ, ഷെയർ ചെയ്തിട്ടേ. ആ 52 കേട്ടോ. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞ നമ്മള് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസുമായിട്ട് അപ്പൊ എപ്പോഴും അവര് നേരിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നില്ല, കൂടിക്കാഴ്ച നടത്തേണ്ടതില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വളരെ സെൽഡം എന്ന് പറഞ്ഞാൽ എന്താ, അപൂർവമായി അല്ലെ, സെൽഡം മീറ്റ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അപൂർവമായി എന്ത് ചെയ്യണം, നേരിട്ട് പേഷ്യൻസുമായിട്ട് അല്ലെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തണം. ആ ഒരു പാരഗ്രാഫ് അല്ലേ പറഞ്ഞത്, കുഞ്ഞു പാരഗ്രാഫ് അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതിലെ അല്ലേ? അവിടെ വരെയല്ലേ പറഞ്ഞത്? യെസ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കി. An administrator's duty is to form the policy that runs the facility and to make better the patient experience. അപ്പൊ ഹോസ്പിറ്റല് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് വരെ പറഞ്ഞു. ഓക്കെ, ആ ഒരു കുഞ്ഞു സെന്റൻസ് അല്ലേ, ഇത് വായിച്ചതാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റല് നല്ല രീതിയിൽ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസി രൂപീകരിക്കുക. അത് എന്തിനു വേണ്ടിയിട്ടാ, ആ പേഷ്യൻസിന് ആൻഡ് മേക്ക് ബെറ്റർ ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് അല്ലെ, പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു അനുഭവം ആ ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ, പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സർവീസ് അല്ലെ, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവം അത് കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതിനും ബെറ്റർ ആക്കുക എന്നുള്ളത് കൂടി ആർക്കടെ, ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഓക്കെ, അതിനുവേണ്ട പോളിസികൾ ഫോം ചെയ്യുക, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി സുഗമമായി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികൾ രൂപപ്പെടുത്തുക, പിന്നെ ആ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് കുറച്ചും കൂടി മികച്ചതാക്കുന്നതിന് അല്ലെ, മികച്ചതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഇനി healthcare administration careers are necessary to successful and efficient healthcare facility. Underline ചെയ്തിട്ട് സെക്കൻഡ് സെന്റൻസ്, healthcare administration careers are necessary. എന്തിനു വേണ്ടിയിട്ടാ? സക്സസ്ഫുൾ അല്ലെ, ഒരു വിജയകരവും അതുപോലെ എഫിഷ്യന്റ് കാര്യക്ഷമമായിട്ടുള്ള
ഒരു വിജയകരവും കാര്യക്ഷമമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണങ്ങൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്ക് എന്ത് വേണം? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ കരിയർ ആവശ്യമാണ്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ആവശ്യമാണ്. ഇതിനു വേണ്ടിയാ ആ ഹോസ്പിറ്റലിന്റെ സക്സസിന് വേണ്ടിയിട്ട് അല്ലെ, ഉയർന്ന വിജയത്തിനും എഫിഷ്യന്റ് കാര്യക്ഷമമായിട്ടുള്ള പുരോഗതിക്കും ഒക്കെ വേണ്ടിയിട്ട് എന്ത് വേണം? ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ കരിയർ ആവശ്യമാണ്. Owing to continuous need for the healthcare facility from hospital to nursing home, healthcare administration is an important firm job. Firm എന്ന് പറഞ്ഞാൽ ഉറച്ച ജോലി. Firm job അത് സ്ഥിരമായ ജോലിയാണ്. For those who are interested in improving healthcare facility. എന്താണ്? ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യം കാരണം ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അത് ഈ നമുക്ക് ഈ ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതും ഒരു സ്ഥിരമായ ജോലിയാണ്. എന്തുകൊണ്ടാ? ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായ ആവശ്യം കാരണം. ഫേം ജോബ് എന്ന് പറഞ്ഞാൽ ഉറച്ച ജോലി, അത് സ്ഥിരമായ ജോലി ആണ് കേട്ടോ ഫേം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ മുതൽ നഴ്സിംഗ് ഹോം വരെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ തുടർച്ചയായിട്ടുള്ള ആവശ്യം കാരണം ഈ ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ടതും ഒരു സ്ഥിരമായ അല്ലെങ്കിൽ ഒരു ഉറച്ച ജോലിയുമാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്ക് നോക്കിയേ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ്സ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ്. കണ്ടോ, കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേ, അത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഡാഷ്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഓവർസൈറ്റ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക, മാനേജ്മെന്റ് എന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യുക അല്ലെ, മാനേജ് ചെയ്യുക. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ മേൽനോട്ടം വഹിക്കേണ്ടത് അല്ലെങ്കിൽ മാനേജ് ചെയ്യേണ്ടത്? അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ? ആൻ എൻറ്റയർ ഹെൽത്ത് കെയർ സിസ്റ്റം. ഉണ്ടോ? മൊത്തത്തിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്, മേൽനോട്ടവും മാനേജ്മെന്റും. അപ്പൊ നമുക്ക് എന്താ? മൊത്തത്തില് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള മേൽനോട്ടവും മാനേജ്മെന്റും ആരിൽ വരുന്നതാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? എന്താണ്? ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള മേൽനോട്ടവും മാനേജ്മെന്റും. ഇനി സ്പെസിഫിക് ഫെസിലിറ്റീസ് സച്ച് ആസ് ഫിസിഷ്യൻ പ്രാക്ടീസ്, ഹോസ്പിറ്റൽസ് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസീസ്. ഇങ്ങനെയുള്ള പ്രത്യേക സൗകര്യങ്ങളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. ഏതൊക്കെയാ സ്പെസിഫിക് ഫെസിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന? ഏതൊക്കെയാ? ഫിസിഷ്യൻ പ്രാക്ടീസസ്, ഹോസ്പിറ്റലുകള്, ഹോം ഹെൽത്ത് ഏജൻസി തുടങ്ങിയ പ്രത്യേക സൗകര്യങ്ങളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. അടുത്തത് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്. പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ യൂണിറ്റ് ഏതൊക്കെയാ? ലൈക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, കാർഡിയാക് യൂണിറ്റ് അല്ലെ, കാർഡിയാക് കെയർ യൂണിറ്റ്. ഇതൊക്കെ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അല്ലെ, പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട യൂണിറ്റുകൾ, പ്രത്യേക ഉള്ള ഡിപ്പാർട്ട്മെന്റുകളാണ്. അതിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും, ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ്. എത്രയും മോളെ പേജ് നമ്പർ 52 എന്നാണ് ഇട്ടത്. പേജ് നമ്പർ സംഗീതം 52 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നോക്കിയേ. സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ്, പ്രത്യേക ചികിത്സാ സംബന്ധമായിട്ടുള്ള ഏരിയകൾ, നേഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി മുതലായ പ്രത്യേക മേഖലകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. അടുത്തത് okay, specific areas like staffing, facility administration, admission and finance തുടങ്ങിയ പ്രത്യേക ഏരിയകളുടെ മേൽനോട്ടവും മാനേജ്മെന്റും. കിട്ടിയോ? അപ്പൊ അതിനകത്ത് നിങ്ങൾ എന്താ പറയാ, ആ ഫസ്റ്റത്തെ മാത്രം ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി.
അതായത് എങ്ങനെയാ ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാന്ന് ചോദിക്കാം. ഒന്നാമത്തെ നമ്മൾ പഠിച്ചു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള മേൽനോട്ടവും മാനേജ്മെന്റും. പിന്നെ അടുത്ത് എന്താ സ്പെസിഫിക് ഫെസിലിറ്റികളുടെ മേൽനോട്ടവും മാനേജ്മെന്റും, സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും, സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും, സ്പെസിഫിക് ഏരിയാസിന്റെ മേൽനോട്ടവും മാനേജ്മെന്റും. അപ്പൊ ആ കുഞ്ഞത് ഒന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ. അതില് വരുന്നത് ഏതൊക്കെയാണെന്നാണ് പിന്നെ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടിയില്ലേ? ക്ലിയർ ആയില്ലേ? അത് ഇത്രയും കാര്യങ്ങളുടെ മേൽനോട്ടവും മാനേജ്മെന്റും ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. കിട്ടിയല്ലോ? സ്പെസിഫിക് ഫെസിലിറ്റികളുടെ, സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സിന്റെ, സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസിന്റെ, സ്പെസിഫിക് ഏരിയാസിന്റെ അല്ലെ, ഇതിന്റെ എല്ലാ മേൽനോട്ടവും മാനേജ്മെന്റും. ഇനി അടുത്തതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? കുറെ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്രയാണ്? ഒരു ഏകദേശം ഒരു 10-13 പോയിന്റോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ അങ്ങനെ അധികം ഇത് ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടില്ല. ഇതിനകത്ത് ലാസ്റ്റ് സെക്ഷനൊക്കെ ഫോർമുലാസും കുറെ നമുക്ക് ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ വരുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് അങ്ങനെ ചോദിച്ച് അങ്ങനെ കണ്ടിട്ടില്ല എന്ന് വെച്ച് പഠിക്കാതിരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഈ പ്രിൻസിപ്പിൾ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡ് ചെയ്യണതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പോയിന്റ്സ് ഒന്നും ആരും ബൈ ഹാർട്ട് ചെയ്തിരുന്ന് പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ആൻസർ ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിച്ചു വെക്കുക. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണ്? ഒന്നാമത്തെ നോക്കി, ദിസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. എങ്ങനെയായിരിക്കണം? ഒരു ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിള്, തത്വങ്ങളാണ് കേട്ടോ പറഞ്ഞേക്കണേ. പ്രിൻസിപ്പിൾസ് അല്ലെ തത്വങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയായിരിക്കണം ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ? എന്തിനു ബേസ് ചെയ്തായിരിക്കണം? ദർ ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ഒരു ആരോഗ്യകരമായ ദേശീയ നയമായിരിക്കണം. നാഷണൽ ഹെൽത്ത് പോളിസികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നാഷണൽ ഹെൽത്ത് പോളിസികൾ നമുക്ക് ഫ്യൂച്ചറിലുള്ള ഈ ആരോഗ്യ പരിപാടികള് നയിക്കാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ഹെൽത്ത് പ്രോഗ്രാംസ് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നതാണ് ഹെൽത്ത് പോളിസികള്. നാഷണൽ ഹെൽത്ത് പോളിസികള് ഇത്ര ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫ്യൂച്ചറിൽ നമുക്ക് ഭാവിയിലേക്കുള്ള ആരോഗ്യ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ അങ്ങനെയുള്ളതൊക്കെ നയിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നവയാണ് നാഷണൽ ഹെൽത്ത് പോളിസികള്. എയിം എന്തായിരിക്കും ഉദ്ദേശം? ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക അല്ലെ, സാധാരണ ആളുകളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, അതാണ് അതിന്റെ ലക്ഷ്യം. ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ അല്ലെ, ജനങ്ങളുടെ ആരോഗ്യം, ക്ഷേമം ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ, മെച്ചപ്പെടുത്തുന്നത് വേണ്ടിയിട്ടാണ് നാഷണൽ ഹെൽത്ത് പോളിസികൾ. നാഷണൽ ഹെൽത്ത് പോളിസികൾ അത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള നാഷണൽ ഹെൽത്ത് പോളിസി ആയിരിക്കണം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം? ഒരു ഹെൽത്തി ആയിട്ടുള്ള നാഷണൽ ഹെൽത്ത് പോളിസി. കണ്ടു നോക്കിയേ, സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ വിൽ ബി ഫ്രെയിംഡ് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. സൗണ്ട് എന്ന് വെച്ചാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു മികച്ച ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ നമ്മൾ ഫ്രെയിം ചെയ്യണം. എന്തിനു വേണ്ടിയാ? ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. അതായത് ഈ ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നടപ്പിലാക്കുക. ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ, നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താ ഒരു ടീമിനെ തന്നെ, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ടീമിനെ നമ്മൾ ഫ്രെയിം ചെയ്യണം, രൂപപ്പെടുത്തണം. അപ്പൊ അവരിലൂടെ, ആ ടീമിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നാഷണൽ ഹെൽത്ത് പോളിസികള്, ഈ ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, നടപ്പിലാക്കാൻ പറ്റും. ഇപ്പൊ ഹെൽത്ത് പോളിസി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മികച്ച ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താ ഒരു ടീമിനെ നമ്മൾ ഫ്രെയിം ചെയ്യണം, രൂപപ്പെടുത്തണം. അപ്പൊ അവരിലൂടെ നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും? ഈ ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, നടപ്പിലാക്കാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ,
സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ്. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി കേട്ടോ. ഒരു നല്ലൊരു മികച്ച അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. ഇനി എന്തിനു വേണ്ടിയാ? ഈ ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അത് നടപ്പിലാക്കണമെങ്കിൽ അതിന് വേണ്ട ടീം വേണ്ടേ? അതിന് വേണ്ട ആളുകൾ വേണ്ടേ? അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ അത് ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിനുള്ള ഒരു ടീമിനെ രൂപപ്പെടുത്തണം. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, there should be integration. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംയോജനം. There should be integration of preventive and curative services. Preventive എന്ന് പറഞ്ഞാൽ എന്താ? രോഗപ്രതിരോധം. ക്യൂറേറ്റീവ് രോഗശാന്തി. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതല്ലേ? ഇൻട്രൊഡക്ഷനിലെ പ്രിവെന്റീവ് ക്യൂറേറ്റീവ് സർവീസുകൾ രോഗശാന്തി നൽകുന്നത്, നമുക്ക് രോഗപ്രതിരോധം നൽകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? അപ്പൊ എങ്ങനെയാ നമ്മൾ എന്തിന്റെ സംയോജനം വേണം? ഒരു പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസിന്റെ ഒരു സംയോജനം വേണം. എവിടെ? അറ്റ് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽസ്. എല്ലാ ഭരണതലങ്ങളിലും ഒരു രോഗപ്രതിരോധ രോഗശാന്തി നൽകുന്ന സേവനങ്ങളുടെ ഒരു സംയോജനം വേണം. നമ്മൾ പഠിച്ചിട്ടില്ലേ നമുക്ക് ഈ സർവീസ് എന്ന് പറഞ്ഞാൽ ക്യൂറേറ്റീവ് സർവീസ് അല്ലെ? രോഗശാന്തി ആളുകൾക്ക് നമുക്ക് എന്താ പറയാ, രോഗങ്ങൾക്ക് ശമനം കൊടുക്കുന്ന, രോഗശാന്തി കൊടുക്കുന്നതായിരിക്കണം. പിന്നെ പ്രിവെന്റീവ് അല്ലെ? വരാതിരിക്കാനായിട്ട് പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും. അങ്ങനെയുള്ള സർവീസുകളുടെ ഒരു സംയോജനം അത് എവിടെ വേണം? എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിലും വേണം. ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ അതിനകത്ത് നോക്കിയാൽ മതി, ഇത്ര നോട്ട് ചെയ്തിട്ടാൽ മതി. There should be integration of preventive and curative service. Okay. ഇനി അടുത്ത് നോക്കിയേ, there should be centralized direction and decentralized action. Centralized direction എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാനേജ്മെന്റിന്റെ ഉയർന്ന സ്ഥാനം അവരായിരിക്കണം ഡയറക്ഷൻ ചെയ്യേണ്ടത്, നേതൃത്വം വഹിക്കേണ്ടത്. അതായത് ആരാവിടെ? അപ്പൊ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം അവിടുത്തെ കാര്യങ്ങള് ഡയറക്റ്റ് ചെയ്യേണ്ടത്. സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആക്ഷൻ. കണ്ടോ? ഒരു ഉയർന്ന സ്ഥാനം നമുക്ക് ഡയറക്ഷൻ തരികയാണ്. ആ രീതിയിലായിരിക്കണം ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒരു ഉയർന്ന മാനേജ്മെന്റിന്റെ ഒരു പൊസിഷൻ നമുക്ക് ഡയറക്ഷൻ തരണം. അതിനനുസരിച്ച് എന്തായിരിക്കണം? ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ആ ഡയറക്ഷൻ നമുക്ക് മോളിൽ നിന്ന് കിട്ടുന്ന ഓർഡർ അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ നിർദ്ദേശത്തിനനുസരിച്ച് എങ്ങനെയായിരിക്കണം പ്രവർത്തനം? ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണം അല്ലെ? അതിനെ അനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് അല്ലേ? ഷുഡ് ബി എങ്ങനെയായിരിക്കണം? സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ. Then അടുത്ത നോക്കിയേ, പ്ലാൻഡ് ഹെൽത്ത് പ്രോഗ്രാം ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രയോറിറ്റി. നമ്മൾ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ആസൂത്രണം എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം? പ്രയോറിറ്റി, മുൻഗണനയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് കെയർ റിക്വയർമെന്റ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ്, ആവശ്യങ്ങള്, ഹെൽത്ത് കെയർ ആവശ്യങ്ങള് മീറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെ? ആളുകളുടെ ഒരു ഹെൽത്ത് പരമായിട്ടുള്ള ആവശ്യങ്ങള്, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് നടപ്പിലാക്കുന്ന രീതിയിൽ, അത് മീറ്റ് ചെയ്യുന്ന രീതിയിൽ അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു ഹെൽത്ത് പ്രോഗ്രാം ആസൂത്രണം ചെയ്യണം. മനസ്സിലായോ? ഓക്കെ. എങ്ങനെയാണ് നമ്മൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം? ആളുകളുടെ റിക്വയർമെന്റ്സിനാണ് അല്ലെ? ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ് അല്ലെ? ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് ദ പീപ്പിൾ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക? അത് മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അല്ലെ? ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളത് മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വേണം ഈ ഹെൽത്ത് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാൻ. 5 പോയിന്റ് നമ്മൾ പറഞ്ഞു. ക്ലിയർ ആയോ? ഒന്നൊന്ന് പെട്ടെന്ന് നോക്കി. ഒരു നല്ലൊരു നാഷണൽ ഹെൽത്ത് പോളിസി വേണം. പിന്നെ അടുത്തത് ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ നമ്മൾ ഫ്രെയിം ചെയ്യണം. എന്തിനു വേണ്ടിയാ? ഈ ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. പിന്നെ പ്രിവെന്റീവ് ക്യൂറേറ്റീവ് സർവീസുകളുടെ ഒരു ഇന്റഗ്രേഷൻ, സംയോജനം വേണം. എവിടെ? എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും അല്ലെ? ഭരണതലങ്ങളിലും.
പിന്നെ ഒരു സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ, അതുപോലെ അതിനനുസരിച്ച് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ ആയിരിക്കണം. പിന്നെ ഹെൽത്ത് പ്രോഗ്രാം എങ്ങനെ പ്ലാൻ ചെയ്യണം, ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ് അനുസരിച്ച് അതിന് മുൻതൂക്കം അല്ലെ, മുൻഗണന, പ്രയോറിറ്റി നൽകിക്കൊണ്ട് വേണം ഒരു ഹെൽത്ത് പ്രോഗ്രാം പ്ലാൻ ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി ഇതൊരു പ്രാവശ്യം വായിച്ച ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണയാണോ എന്ന് മനസ്സിലാക്കിക്കൂടെ പിള്ളേരെ? ഇനി ഇത് കാണാതെ പഠിക്കണോ? വേണ്ടല്ലോ. യെസ്, അത്രയും മതി കേട്ടാ. ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺസ് കിട്ടും. ഓക്കെ ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, 6ാമത്തെ പോയിന്റ് നോക്കിയേ. Basic health services available, accessible and acceptable to people. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഉറച്ച, എന്ന് പറഞ്ഞാൽ ഉറച്ച ഒരു അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ, ഒരു ഉറച്ച അടിസ്ഥാന സേവനങ്ങൾ എങ്ങനെയായിരിക്കണം? അത് എപ്പോഴും ലഭ്യമായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം. അത് ആളുകൾക്ക്, പേഷ്യൻസിന് അക്സസിബിൾ ആയിരിക്കണം, സ്വീകാര്യപ്രദമായിരിക്കണം, അല്ലെ? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതാ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്താ? ഒരു അടിസ്ഥാന സേവനങ്ങൾ, ഒരു ഉറച്ച ഒരു അടിസ്ഥാന സേവനങ്ങൾ ആളുകൾക്ക് ലഭ്യമാക്കുന്നതും അക്സസ് ചെയ്യാൻ പറ്റുന്നതും അക്സെപ്റ്റബിൾ അല്ലെ, സ്വീകാര്യവുമായിരിക്കണം. അക്സസിബിൾ എന്ന് വെച്ചാൽ പ്രാപ്യമായത്, അല്ലെങ്കിൽ ആളുകൾക്ക് എന്താ പറയാ, ഒരു ലഭ്യമായതും ഒരു അക്സസ് ചെയ്യാൻ പറ്റുന്നതും അക്സെപ്റ്റ് ചെയ്യാൻ, ഒരു സ്വീകരിക്കാൻ പറ്റുന്നത് ആയിരിക്കണം. എങ്ങനെ? അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ. അടുത്ത പോയിന്റ്, ഹെൽത്ത് കോൺഷ്യസ്നസ് ഷുഡ് ബി എൻകറേജ്ഡ് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ബൈ പ്രൊവൈഡിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ ഹെൽത്ത് പ്രോഗ്രാം. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത നോക്കിയേ, ഹെൽത്ത് കോൺഷ്യസ് ഷുഡ് ബി എൻകറേജ്. ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഏതിലൂടെ? ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ, ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ഹെൽത്ത് പ്രോഗ്രാം. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ നടത്തുന്നതാണെങ്കിലും ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോഗ്രാംസുകളിൽ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ, ആരോഗ്യ പരിപാടികളിലൊക്കെ കുറെ കൂടിയും ആളുകളുടെ പാർട്ടിസിപ്പേഷൻ പറ്റുന്ന രീതിയിലുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കണം. കൂടുതൽ ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തും ഇനി ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും നമുക്ക് ഹെൽത്ത് കോൺഷ്യസ്, ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ്, ഒരു അവബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹെൽത്ത് കോൺഷ്യസ് ഷുഡ് ബി എൻകറേജ്ഡ്. ഏതികൂടെയാണ്? ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും പിന്നെ ഹെൽത്ത് പ്രോഗ്രാമുകളിൽ ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും ഹെൽത്ത് കോൺഷ്യസ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അവിടെ അത്ര ഒന്ന് നോട്ട് ചെയ്തിട്ടാലും മതി കേട്ടോ. ഹെൽത്ത് കോൺഷ്യസ് ഷുഡ് ബി എൻകറേജ്ഡ്. ഒരു ഹെൽത്ത് കോൺഷ്യസ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇനി അത് എന്തെങ്കിലും കൂടിയാണുള്ളതാ പറഞ്ഞേക്കണം കേട്ടോ. ഇനി 7ാമത്തെ പോയിന്റ് അല്ലേ പറഞ്ഞത്. ഇനി അടുത്ത് നോക്കി 8ാമത്തെ പോയിന്റ് ആണ്. Doctors have to be trained to act as a social physician as well as to promote healthy living for people. അപ്പൊ ഡോക്ടേഴ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യണം, എങ്ങനെ പ്രവർത്തിപ്പിക്കാനായിട്ട് പരിശീലിപ്പിക്കണം? To act as a social physician. ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട്. എന്താ സോഷ്യൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ? എന്താണ് സോഷ്യൽ ഫിസിഷ്യൻ? ഒരു സൊസൈറ്റിയുടെ ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കുന്നവരാണ് അല്ലെ സോഷ്യൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞ. ഒരു സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അല്ലെ, അവർക്കുടെ ആരോഗ്യകരമായിട്ടുള്ള ആവശ്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് സർവീസ് കൊടുക്കുന്ന, ഒരു സേവനങ്ങൾ കൊടുക്കുന്നവരാണ് സോഷ്യൽ ഫിസിഷ്യൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവരെ എന്താക്കി നമ്മള് ട്രെയിൻ ചെയ്യിക്കണം? ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ആസ് വെൽ ആസ് അതിന്റെ ഒപ്പം തന്നെ എന്താ? ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ ദ പീപ്പിൾ. ആളുകൾക്ക് എങ്ങനെ കൊടുക്കണം? പ്രൊമോട്ട് ചെയ്യാൻ, ഹെൽത്തി ലിവിംഗ് അല്ലെ, ആളുകൾക്ക് നല്ലൊരു ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുകയും വേണം.
ഓക്കെ. അങ്ങനെ നമുക്ക് അങ്ങനെ കുറച്ചും കൂടി സോഷ്യൽ ഫിസിഷ്യനായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്താണ് കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് നമുക്ക് കുറച്ച് ഹെൽത്ത് ഇത് കൊടുക്കാൻ പറ്റും, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാം. അപ്പൊ അതിലൂടെ നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും? ആളുകൾക്ക് ഒരു ആരോഗ്യകരപ്രദമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, അല്ലെ, പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് ജസ്റ്റ് ആ ഒരു കുഞ്ഞു സെന്റൻസ് നോട്ട് ചെയ്തിട്ട് ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് എ സോഷ്യൽ ഫിസിഷ്യൻ. ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഡോക്ടേഴ്സിന്റെ ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ, അത്രയും ഒന്ന് നോട്ട് ചെയ്തിട്ട് ബാക്കി എന്തായാലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആണെങ്കിലും ആ സെന്റൻസ് ഫുൾ ആയിട്ട് തരുള്ളൂ, പകുതിയായിട്ടൊന്നും അങ്ങനെ തരാറില്ല. അപ്പൊ നിങ്ങൾക്ക് ആ ആദ്യത്തെ ഒന്ന് നോട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഐഡന്റിഫൈ ചെയ്യാലോ, അല്ലേ? പിന്നെ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? Nursing personnel and other associated health personnel should provide community oriented education. എങ്ങനത്തെ എഡ്യൂക്കേഷൻ കൊടുക്കണം? കമ്മ്യൂണിറ്റി ഓറിയന്റഡ്, ഒരു സമൂഹ അധിഷ്ഠിതമായിട്ടുള്ള ഒരു എന്താ കൊടുക്കണം നമുക്ക്? ഒരു അതിനെ ബന്ധപ്പെട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ. അതായത് ആർക്കൊക്കെയാണ്? നഴ്സിംഗ് പേഴ്സണൽ, നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്കും മറ്റു ജീവനക്കാർക്കും ഒക്കെ എങ്ങനെ വേണം? ഒരു സമൂഹാധിഷ്ഠിതമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നൽകണം. അതായത് നമുക്ക് കമ്മ്യൂണിറ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്ന രീതിയിൽ ഉള്ള എന്താണ്? കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഓക്കെ. പിന്നെ അടുത്ത പോയിന്റ് എന്താ? ന്യൂ കാറ്റഗറി ഓഫ് ഹെൽത്ത് പേഴ്സണൽസ് ആർ പ്രൊവൈഡഡ് ട്രെയിനിങ് ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. കണ്ടോ? പുതിയ കാറ്റഗറിയിലുള്ള ഹെൽത്ത് പേഴ്സണൽസ്, അല്ലെ, ആരോഗ്യപരമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യണം? ആർ പ്രൊവൈഡിങ് ട്രെയിനിങ്, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. എന്തിനാ? ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ, അല്ലെ, ആളുകൾക്ക് നല്ലൊരു സർവീസ് കൊടുക്കാൻ, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പുതിയ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആ ഹെൽത്ത് പേഴ്സണൽസ് അവർക്ക് എന്ത് വേണം? അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. നല്ല സർവീസ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ക്ലിയർ ആയോ അത്രയും പോയിന്റ്സ്? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നേ? നമ്മള് എത്രാമത്തെ പോയിന്റ് ആണ്? നമ്പർ ഇല്ലാത്ത അഞ്ചാമത്തെ പോയിന്റ് കൊണ്ടല്ലേ നമ്മൾ പറഞ്ഞത്, അല്ലെ? ഒരു എങ്ങനെയായിരിക്കണം? ഒരു ഉറച്ച ഒരു അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ അവൈലബിൾ ആയിരിക്കണം, ആക്സസബിൾ ആയിരിക്കണം, അക്സെപ്റ്റബിൾ ആയിരിക്കണം. ആർക്ക്? ടു പീപ്പിൾ, ആളുകൾക്ക്. ഇനി ഹെൽത്ത് കോൺഷ്യസ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഏതിലൂടെ? ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും പിന്നെ ആളുകൾക്ക് ഹെൽത്ത് പ്രോഗ്രാമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നതിലൂടെയും ഹെൽത്ത് കോൺഷ്യസ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. പിന്നെ ഡോക്ടേഴ്സിന് ഒരു സോഷ്യൽ ഫിസിഷ്യനായിട്ട് പ്രവർത്തിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുകളുടെ ഒരു നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. പിന്നെ നഴ്സിംഗ് പേഴ്സണല്, അവരോട് ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് പേഴ്സണല്, ഇവർക്കൊക്കെ ഒരു സമൂഹാധിഷ്ഠിതമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ കൊടുക്കണം. പിന്നെ അടുത്തത്, പുതിയ കാറ്റഗറിയിൽ വരുന്ന പേഷ്യൻസിന് ഈ ആളുകൾക്ക് നല്ലൊരു സർവീസ്, അല്ലെ, നല്ല സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ പോയിന്റ്സ്? ഓക്കെ ആണോ? 10 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞു കേട്ടോ. 5 10 പോയിന്റ്. ഇനി ഒരു 3 പോയിന്റ് കൂടി അവിടെ ബാലൻസ് ഉള്ളൂ. നോക്കി, ഓൾ സിസ്റ്റം ഓഫ് മെഡിസിൻ ഷുഡ് ബി പ്രൊമോട്ടഡ് ടു പ്രൊവൈഡ് ഡീസന്റ് എന്ന് വെച്ചാൽ എന്താ പറയാ, ഒരു മാന്യമായ ഹെൽത്ത് കെയർ ടു പീപ്പിൾ. ഹെൽത്ത് കെയർ ടു പീപ്പിൾ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ആളുകൾക്ക് all the system of medicine should be promoted. അല്ല, ആളുകൾക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ജനങ്ങൾക്ക് ഒരു ഹെൽത്ത് കെയർ സംരക്ഷണം നൽകുന്നതിന് എല്ലാ മെഡിസിൻസും, എല്ലാ തരത്തിലുമുള്ള മെഡിസിൻസിനെ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. All system of medicine should be promoted. കണ്ടോ? എല്ലാം എന്തിനു വേണ്ടിയാ? To provide decent health care to people. ഒരു മാന്യമായ ഒരു നല്ലൊരു ആളുകൾക്ക് നല്ലൊരു സർവീസ് കൊടുക്കുന്നതിന് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്, അല്ലെ, എല്ലാ തരത്തിലുള്ള മെഡിസിൻസും എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം.
പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇനി യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാം അറ്റ് ദ വില്ലേജ് ലെവൽ. കണ്ടോ, അടുത്തത് എന്താ, ഗ്രാമതലങ്ങളില് കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ ഉപയോഗിക്കണം. പിന്നെ ആളുകളുടെ ലോക്കൽ പാർട്ടിസിപ്പേഷൻ, ഹെൽത്ത് പ്രോഗ്രാംസുകളില് ആളുകളുടെ ലോക്കൽ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യണം, ഉറപ്പാക്കുകയും വേണം, വിനിയോഗിക്കുകയും വേണം. ഇപ്പൊ വില്ലേജ് ലെവലിലാണെങ്കിൽ ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ പാർട്ടിസിപ്പേഷൻ, ആളുകള് ലോക്കൽ പാർട്ടിസിപ്പേഷൻ കുറവായിരിക്കും അല്ലെ, അവരൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഇരിക്കാനുള്ള ഇതുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് അവിടെ പറഞ്ഞേക്കുന്നത് വില്ലേജ് ലെവലില്, ഗ്രാമതലങ്ങളിലെ ഹെൽത്ത് പ്രോഗ്രാംസ് നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി, പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളുടെ ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി റിസോഴ്സുകളും നമുക്ക് ഉപയോഗിക്കണം. ആ ഹെൽത്ത് പ്രോഗ്രാമിലേക്ക് വേണ്ട കമ്മ്യൂണിറ്റി റിസോഴ്സുകളും ഉപയോഗിക്കണം. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, there should be provision for staff development program. ഇതിനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം, സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം. There should be provision for staff development program. ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം. പ്രൊവിഷൻ എന്ന് പറഞ്ഞ വ്യവസ്ഥ. പോയിന്റ്സ് നോക്കി, 3 പോയിന്റ്സ് ബാക്കിത്തെ. ഒരു നല്ലൊരു ആളുകൾക്ക് നല്ല മാന്യമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ, പ്രൊമോട്ട് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാൻ നല്ല സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലേ, അതേ രീതിയിലുള്ള മെഡിസിൻ സമ്പ്രദായങ്ങള് നമ്മൾ കൊണ്ടുവരണം. പിന്നെ ഈ വില്ലേജ് ലെവലില് ഹെൽത്ത് പ്രോഗ്രാമുകളില് ആളുകളുടെ ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ട കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ ഉപയോഗിക്കുക. പിന്നെ എന്തിനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം, ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? പോയിന്റ്സുകളെല്ലാം പ്രിൻസിപ്പിൾസിലെ 13 പോയിന്റ്സ് ഉണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഇന്നൊന്ന് വായിച്ചു വെക്കാം, ബൈ ഹാർട്ട് ചെയ്യണ്ട. ക്ലിയർ ആവുന്നില്ലേ? ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ലക്ഷ്യങ്ങള്. അപ്പൊ നമ്മൾ പ്രിൻസിപ്പിൾസ് അല്ല പഠിച്ചത്, ഇനി അടുത്ത ഒബ്ജക്റ്റീവ്സ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, തത്വങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ. ഇനി അടുത്ത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ നോക്കിയാലോ? പ്രിൻസിപ്പിൾസ് ഒക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണ് അല്ലെ. ഇനി ഒബ്ജക്റ്റീവ്സ് കുറച്ച് ഇതുപോലെ തന്നെ കുറെ പോയിന്റ്സ് ഉണ്ട്, അത് നമ്മളൊന്ന് ഷോർട്ട് ചെയ്ത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ അത്രയും മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, ബാക്കിയൊക്കെ നമുക്ക് വായിച്ച് വെക്കാം. അതിനകത്ത് നിന്ന് വലിയ സെന്റൻസ് ഒക്കെയാണ്, അപ്പൊ അതിന് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊന്ന് കുഞ്ഞിതാക്കി അണ്ടർലൈൻ ചെയ്ത് തരാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ഒബ്ജക്റ്റീവ്സ് നോക്കാം. ടു പ്രൊമോട്ട് awareness of health care among all sections of the people. എന്താണ്? എല്ലാ സെക്ഷനിലും എല്ലാ തലങ്ങളിലുമുള്ള ഈ ആളുകൾക്ക്, എല്ലാ മേഖലയിലും വരുന്ന ആളുകൾക്ക് ഈ ഹെൽത്ത് കെയറിനെ കുറിച്ച്, നമുക്ക് ഒരു ആരോഗ്യ പരിചരണത്തെ കുറിച്ച് അവയർനെസ്, ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അവബോധം പ്രോത്സാഹിപ്പിക്കുക. ടു പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കാം. ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്താൽ പോരെ? കുഞ്ഞിതാക്കിയാട്ടോ, പഠിക്കാൻ എളുപ്പത്തിനാണേ. നിങ്ങൾക്ക് അപ്പൊ അത്രയും മാത്രം ഒന്ന് നോട്ട് ചെയ്യാം. എല്ലാ ആളുകൾക്കും അല്ലെ, എല്ലാ തലങ്ങളിലുള്ള ആളുകൾക്കും ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു അവബോധം എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് വേണമെങ്കിൽ ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? പറയണേ, ബോറടിക്കണ്ടോ? ഇങ്ങനെ പോയിന്റ്സ് ആയതുകൊണ്ട് ഈ ഒരു ചെറിയൊരു സെക്ഷനും കൂടി ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതൊക്കെ സിമ്പിൾ ആണ്. ഇതിങ്ങനെ പോയിന്റ്സ് ആയതുകൊണ്ടാണ് അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? അത് ഹെൽത്ത് കെയറിനെ കുറിച്ച് ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കാൻ. കിട്ടിയല്ലോ ഒബ്ജക്റ്റീവ് ആട്ടോ, ലക്ഷ്യങ്ങൾ. ഇനി നോക്കിയേ, ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. എന്താ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെടുന്ന ഫങ്ഷണറീസ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ കേട്ടോ. ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ
ഒരു അവബോധം, അവയർനെസ് പ്രോത്സാഹിപ്പിക്കാൻ. ആദ്യം നമ്മൾ ആർക്കിടെ ഇടയിലാണ്? എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾക്കിടയിൽ അവബോധം പ്രോത്സാഹിപ്പിക്കാൻ. രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കിടയിലും ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കാൻ. ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അതേക്കുറിച്ചുള്ള എല്ലാ അറിവും ഉണ്ടാവണമെന്നില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്കും സ്റ്റാഫിനും ഹെൽത്ത് കെയർ അവയർനെസ് പ്രോത്സാഹിപ്പിക്കാൻ. അപ്പൊ നമുക്ക് എന്തോരം അണ്ടർലൈൻ ചെയ്താൽ മതി? ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ്, അല്ലെ? ഫങ്ഷണറീസ് സ്റ്റാഫുകള്, ഉദ്യോഗസ്ഥര്, അത്രയും പോലെ അതിനകത്ത്. അത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തായാലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാലോ. യെസ്. ഇനി അടുത്ത് നോക്കിയേ, ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അത്രയും മതിച്ചിരിക്കണം. എന്താണ് ടു എൻകറേജ്? എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രോത്സാഹിപ്പിക്കുക. എന്തിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത്? റിസർച്ചിനെ, അല്ലെ? ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. എവിടെയാണ്? ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. കണ്ടോ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലുള്ള റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കണം. എന്തിനു വേണ്ടിയാ? ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. എന്താ? ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന്. ടു മേക്ക് ദ ബെറ്റർ, മെച്ചപ്പെടുത്ത എഫിഷ്യൻസി, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ ഒരു കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മേഖലയിലുള്ള, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലുള്ള ഈ ആളുകൾക്കിടയിൽ ആ ഫീൽഡില്, ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ആ ഒരു ഫീൽഡില് റിസർച്ച് എൻകറേജ് ചെയ്യുക. അപ്പൊ എന്താ പറയണ്ടേ? അവിടെ എന്ത് നമ്മൾ നോട്ട് ചെയ്താൽ മതി? ടു എൻകറേജ് ദ റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ അതില്. ഓക്കെ. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ റിസർച്ച് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. 3 പോയിന്റ് കിട്ടിയില്ലേ? ആളുകൾക്ക് ഇടയിൽ അവയർനെസ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫിന്റെ ഇടയിൽ അവയർനെസ് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ എന്താണ്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലുള്ള ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. കിട്ടിയോ? 3 പോയിന്റ് ക്ലിയർ അല്ല ഒബ്ജക്റ്റീവ്സില്? ഇല്ലേ ആരും? ക്ലിയർ. ഇനി നോക്കിയേ, 4ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നേ? ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. കണ്ടോ? ഇവിടെ എൻകറേജ് ചെയ്യുന്ന എന്ത് പ്രോത്സാഹിപ്പിക്കാം? ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ്, നല്ല ക്വാളിറ്റിയിലുള്ള, നല്ല ഗുണമേന്മയിലുള്ള ഹോസ്പിറ്റൽ സർവീസുകൾ വികസിപ്പിക്കാനായിട്ട്. ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഉണ്ട്. ഉയർന്ന ലെവലിലുള്ള ഹോസ്പിറ്റൽ സർവീസിന്റെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിന്റെയും ആ നല്ലൊരു ഡെവലപ്മെന്റ്, അല്ലെ? നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു വികസനം പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അത് അങ്ങനെ തന്നെ നോക്കാം കേട്ടോ. ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. അടുത്ത നോക്കിയേ, 5ാമത്തെ പോയിന്റ്. ടു എൻകറേജ് എ മീറ്റിംഗ്, ഒരു മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഫോർ, എന്തിനു വേണ്ടിയാ? For the exchange ideas and information among health and hospital planners, academicians, administrators, different statutory bodies, നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ കേട്ടോ, പലതരത്തിലുള്ള നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ, ആൻഡ് പബ്ലിക്. അപ്പൊ ഇവർക്കിടെ ഇടയില് എന്താണ്? ഒരു ഐഡിയാസും ഇൻഫർമേഷനും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയാ മീറ്റിംഗ് ഒക്കെ വെക്കുന്നത്? ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഹോസ്പിറ്റലിന്റെയും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെയും ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ആർക്കൊക്കെ ഇടയിലാ നോക്കിയേ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമീഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആൻഡ് പബ്ലിക്. അപ്പൊ ഇവർക്കിടെ ഇടയില് അവർക്കിടയിലുള്ള ഐഡിയാസും ഇൻഫർമേഷനും വിവരങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ നമ്മൾ എത്ര അണ്ടർലൈൻ ചെയ്താൽ മതി? ടു എൻകറേജ് എ മീറ്റിംഗ്,
ടു എൻകറേജ് എ മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. ആ കുഞ്ഞു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാലോ അല്ലെ. ഹോസ്പിറ്റലിന്റെയും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെയും ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ആർക്കടെ ഇടയില് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനർ, അക്കാദമീഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റർ, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി, പബ്ലിക് എന്നിവർക്ക് ഇടയില് എന്തിനാ അവർക്കുടെ ഐഡിയകളും ഇൻഫർമേഷനും പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. ടു എൻകറേജ് എ മീറ്റിംഗ്. കിട്ടിയോ? അഞ്ചാമത്തെ പോയിന്റ് കിട്ടിയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ നോക്കിയേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്തിരി വലിയതാണെന്നുള്ളൂ എങ്കിലും ഒന്ന് ഓർത്തു വെക്കുക. എന്താ? ഒരു മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയാ? ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. ഹോസ്പിറ്റൽ അപ്പൊ നമുക്ക് ആ മീറ്റിംഗിലൂടെ അവർ തമ്മിൽ പരസ്പരം അവർക്ക് ഐഡിയാസ് പങ്കുവയ്ക്കാം, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിന് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പുതിയ പുതിയ പദ്ധതികൾ നമുക്ക് ആസൂത്രണം ചെയ്യാം അല്ലെ. അങ്ങനെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിനാണെങ്കിലും അവിടെ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും എന്നതൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഐഡിയാസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഇനി ആറാമത്തെ പോയിന്റ് നോക്കി. ടു ഇവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. നോംസ് എന്ന് പറഞ്ഞാൽ എന്താ? നിയമങ്ങള് അല്ലെങ്കിൽ നമുക്ക് എന്താ പെരുമാറ്റച്ചട്ടങ്ങൾ. ഇതാണ് നോംസ് എന്ന് പറയുന്നത്. നോംസ്. പിന്നെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ മാനദണ്ഡങ്ങള്. നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇവോൾവ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വികസിപ്പിക്കുക. To evolve norms and standards for എന്തിനു വേണ്ടിയാ? അക്രഡിറ്റേഷൻ. പഠിച്ചിട്ടുണ്ടോ അക്രഡിറ്റേഷൻ? ലാബ് പഠിച്ചോ നിങ്ങള്? ഇല്ല അല്ലെ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലുകൾക്കൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ നാബില്. അതായത് ഹോസ്പിറ്റലുകൾക്കൊക്കെ അവർക്ക് ഈ നാബ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ആണ്, അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഓർഗനൈസേഷൻ ആണ് കേട്ടോ നാബ്. അപ്പൊ ഈ നാബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഓർഗനൈസേഷനൊക്കെ അവർക്ക് കുറച്ച് സ്റ്റാൻഡേർഡുകൾ ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റല് പാലിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നു? അംഗീകാരം കൊടുക്കുന്നു. ആ ഹോസ്പിറ്റല് നാബിന്റെ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നു. എന്തിനാ? ക്വാളിറ്റി. ആ ഹോസ്പിറ്റൽ നല്ല ക്വാളിറ്റി ഇംപ്രൂവ് നിലനിർത്തുവാണെങ്കിലൊക്കെ നാബ് അവരുടെ മാനദണ്ഡങ്ങള് അവര് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കി അതിനനുസരിച്ച് കൊടുക്കുന്ന ഒരു അംഗീകാരം. ഇന്നലെ പഠിച്ചു അല്ലെ. അംഗീകാരമാണ് അക്രഡിറ്റേഷൻ. ആ ഹോസ്പിറ്റലിന് കൊടുക്കുന്ന ഒരു അംഗീകാരം അല്ലെ. അപ്പൊ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ടു ഇവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള എന്താണ്? നിയമങ്ങള് അല്ലെങ്കിൽ മാനദണ്ഡങ്ങള് അല്ലെ. അത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷൻ ആയിട്ടുള്ള മാനദണ്ഡങ്ങള്, പെരുമാറ്റച്ചട്ടങ്ങള് ഇതൊക്കെ വികസിപ്പിക്കുക. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് adopt means of evaluation of such institution. സമൂഹത്തിലെ നമുക്ക് ആ ഒരു അത്തരം സ്ഥാപനങ്ങളുടെ ഇവാലുവേഷൻ, അത്തരം സ്ഥാപനങ്ങളുടെ മൂല്യനിർണയ മാർഗങ്ങൾ സ്വീകരിക്കുക. ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. ഇതെന്തിനു വേണ്ടിയാ? സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ സമൂഹത്തിന്റെ ഹെൽത്ത് സർവീസിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താ? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അവർക്കുള്ള അക്രഡിറ്റേഷനുള്ള നോംസ്, സ്റ്റാൻഡേർഡ്സുകള് വികസിപ്പിക്കുക. പിന്നെ എന്ത് ചെയ്യുക? അത്തരം സ്ഥാപനങ്ങളുടെ മൂല്യനിർണയ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. അപ്പൊ അതിനകത്ത് ഇത്രയും നോട്ട് ചെയ്താൽ മതി. ടു ഇവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും വികസിപ്പിക്കുക. ക്ലിയർ ആയോ? ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. ടു പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻ ഓൾ സൈഡ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. അവിടെ കോമയുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ സർവീസസ് എന്ന് പറഞ്ഞൊരു കോമയുണ്ട് അവിടെ.
ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. എന്താ പറഞ്ഞേക്കുന്നത്? ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവസരങ്ങൾ, അല്ലെ? ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ. എന്തിനാണ്? ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അവർക്കുള്ള പരിശീലനത്തിനും ഗവേഷണത്തിനും. എവിടെയാണ്? ഇൻ ഓൾ സൈഡ്സ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്. എല്ലാ തലങ്ങളിലുമുള്ള ഹോസ്പിറ്റൽ സർവീസുകളിൽ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നിവർക്കുള്ള ആ ട്രെയിനിങ്ങിനും റിസർച്ചിനും വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അതിനകത്ത് ഇത്ര നോട്ട് ചെയ്തിട്ടാൽ മതി, അണ്ടർലൈൻ ചെയ്താൽ മതി. ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്, അല്ലെ? ട്രെയിനിങ്ങിനും റിസർച്ചിനുമുള്ള അവസരങ്ങള് പ്രൊവൈഡ് ചെയ്യുക. ഈ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ പിള്ളേരെ? 7ാമത്തെ പോയിന്റ് നമ്മൾ പറയണേ. ആ കുഞ്ഞതാക്കി അണ്ടർലൈൻ ചെയ്തിടാൻ പറയുന്നത് അണ്ടർലൈൻ ചെയ്തിടാട്ടോ. ഓക്കെ, എന്ത് കൊടുക്കുക? നമ്മള് ട്രെയിനിങ്ങിനും റിസർച്ചിനും അവസരങ്ങൾ കൊടുക്കുക. ഓക്കെ, to provide the opportunity for training and research. ട്രെയിനിങ്ങിനും അവർക്ക് വേണ്ട പരിശീലനത്തിനും റിസർച്ച് ഗവേഷണത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക. ആർക്കാ? ഓൾ സൈഡ് ഓഫ് എല്ലാ ഹോസ്പിറ്റൽ സേവനങ്ങളുടെയും ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലേക്ക്. അടുത്തത് 8ാമത്തെ പോയിന്റ് നോക്കിയേ. To renovate the knowledge and the skill of health and hospital administrators and other personnel included in the management of healthcare organization by way of continuous education and research. Renovate എന്ന് പറഞ്ഞാൽ നവീകരിക്കുക. നവീകരിക്കുക. എന്താണ് നവീകരിക്കുക? The knowledge and the skill of health and hospital administrators and other personnel included in ഏതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഏതിലൂടെ? ബൈ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. എന്താ പറഞ്ഞേക്കുന്നേ? ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര്, മറ്റുള്ള പേഴ്സണൽസ്, മറ്റുള്ള ഉദ്യോഗസ്ഥര്, ഇവരെയൊക്കെ നോളജും സ്കിൽസും നവീകരിക്കുക. അത്രയും എഴുതിയപ്പോലെ അതില് to renovate the knowledge and the skills of health and hospital administrators and other personnel. അല്ലെ? ഏതിൽ ഉൾപ്പെട്ടിരിക്കുന്ന? മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹോസ്പിറ്റലിന്റെയും അഡ്മിനിസ്ട്രേറ്റർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നോളജ്, അവരുടെ അറിവും കഴിവുകളും റിനോവേറ്റ് ചെയ്യുക, നവീകരിക്കുക, അത് പുതുക്കുക. ഇനി ഏതിലൂടെയാണ് പുതുക്കേണ്ടത്? ബൈ എ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. തുടർച്ചയായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെയും ഗവേഷണങ്ങളിലൂടെയും അവർക്ക് നോളജ് റിനോവേറ്റ് ചെയ്യുക. അപ്പൊ അത്ര അണ്ടർലൈൻ ചെയ്തിട്ടാ മതി കേട്ടോ. to renovate the knowledge and the skills of health and hospital administrators. Okay. പിന്നെ അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് 9ാമത്തെ. To encourage and grant recognition to research in the field of health and hospital management and to afford awards, scholarship and assistance in other suitable forms to deserving individual and institution. എന്താ? ഹെൽത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റില്, ഓക്കെ, എവിടെയാണ്? ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലെ ഗവേഷണങ്ങളെ, റിസർച്ചുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലെ ഗവേഷണങ്ങളെ അല്ലെങ്കിൽ റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന് അംഗീകാരം നൽകുന്നതിനുമായിട്ട് അർഹമായിട്ടുള്ള വ്യക്തികള്, അവർക്ക് എന്ത് കൊടുക്കണം? അവാർഡുകള്, സ്കോളർഷിപ്പ്, അസിസ്റ്റൻസ്. കണ്ടോ? അവാർഡും സ്കോളർഷിപ്പും അസിസ്റ്റൻസും മറ്റു അനുയോജ്യമായ രൂപങ്ങളിൽ നിന്നുള്ള സ്കോളർഷിപ്പും സഹായവും ഒക്കെ നൽകുക അവർക്ക്. എന്തിനു വേണ്ടിയിട്ടാ? ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ.
to encourage and grant recognition to research, അല്ലെ? ആ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ റിസർച്ചിനെ അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അവാർഡും സ്കോളർഷിപ്പും അസിസ്റ്റൻസും അതിനുവേണ്ടി സഹായവും കൊടുക്കുക. മനസ്സിലായില്ലേ? അല്ലെ? അപ്പൊ അങ്ങനെ ആ റിസർച്ചിലൊക്കെ താല്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അത് അവർക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലെ പുതിയ പുതിയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടല്ലേ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? അവർക്ക് അതിന്റെ ഒരു ആദര സൂചകമായിട്ട് അവർക്ക് അവാർഡുകള് പിന്നെ സ്കോളർഷിപ്പുകള് എന്തെങ്കിലും സഹായങ്ങളൊക്കെ അല്ലെ അവർക്ക് സഹായവും സ്കോളർഷിപ്പും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ആർക്കൊക്കെയാണ്? ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ അവാർഡുകള് സ്കോളർഷിപ്പ് അസിസ്റ്റന്റ് ഒക്കെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ അതിനകത്ത് ആ പോയിന്റ് ഇത് നോക്കിയാൽ മതി കേട്ടോ. അക്കോർഡ് അവാർഡ്സ് എന്ന് വെച്ചാൽ കൊടുക്കുക എന്നുള്ള അക്കോർഡ് ACCORD കൊടുക്കുക. അവാർഡുകള് സ്കോളർഷിപ്പ് അസിസ്റ്റന്റ് ഇൻ അതർ സ്യൂട്ടബിൾ ഫോംസ് ടു ഡിസർവിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ പോയിന്റ് നോട്ട് ചെയ്താൽ മതി. അങ്ങനെയുള്ള വ്യക്തികൾക്കും ഈ റിസർച്ച് ഒക്കെ ഇല്ലേ ഹെൽത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയില് റിസർച്ചുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഇൻഡിവിജ്വൽസ് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് അവാർഡുകളും സ്കോളർഷിപ്പും അസിസ്റ്റൻസും ഒക്കെ കൊടുക്കുക. ക്ലിയർ ആയ ആ പോയിന്റ്? 9ാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി 10ാമത്തെ പോയിന്റ് നോക്കിയേ. ഇത്തിരി വലുതാ പക്ഷെ കുഞ്ഞു കാര്യം പറഞ്ഞേക്കണേ. ടു ഫങ്ഷൻ ആസ് എ അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി. അത്രയും നോട്ട് ചെയ്താൽ മതി. അതില് ഒരു അഡ്വൈസറി എന്ന് വെച്ചാൽ എന്താ? ഉപദേശക ബോഡിയായി. കൺസൾട്ടേറ്റീവ് അല്ലെങ്കിൽ എന്താ? കൂടിയാലോചന എന്നൊക്കെ പറയും. ഒരു ഉപദേശക സമിതിയായിട്ട് നിർവഹിക്കണം. ഒരു അഡ്വൈസറി ഒരു കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കണം. എവിടെയാണ് നോക്കിയാൽ? ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് പബ്ലിക് സെക്ടർ undertaking, healthcare delivery organization, public health and health development, teaching and training organization, and any other health related associated organization. കണ്ടോ? അത് നീണ്ട ഒരു നേരം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. എന്തിനു വേണ്ടിയാ? The organization when need so emerge or services are demanded for. കുഞ്ഞു കാര്യ എന്തെങ്കിലും സേവനങ്ങളോ സർവീസോ അല്ലെങ്കിൽ ഡിമാൻഡുകളോ വരുന്ന സമയത്ത് എന്താ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെയോ ഇൻട്രസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി കണ്ടോ എന്തെങ്കിലും സർവീസോ അല്ലെങ്കിൽ ഡിമാൻഡോ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെയോ ആവശ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങള് നിലനിർത്താൻ വേണ്ടി ഈ പറയുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെ സ്ഥാപനമാണ് നമ്മൾ പറഞ്ഞത്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടി, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അവർക്ക് വേണ്ടി, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷന് വേണ്ടി, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റിന് വേണ്ടി, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട്, ആൻഡ് അതർ ഹെൽത്ത് റിലേറ്റഡ് അസോസിയേറ്റഡ് ഓർഗനൈസേഷനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു അഡ്വൈസറി അല്ലെങ്കിൽ കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. ക്ലിയർ ആയോ പോയിന്റ്? അപ്പൊ നമ്മൾ എത്ര പഠിച്ചാൽ മതി? അതില് ഒരു ഉപദേശക ബോഡിയായിട്ട് അത് കൂടിയാലോചന ബോഡിയായിട്ട് പ്രവർത്തിക്കുക. അത്ര മാത്രം നോട്ട് ചെയ്താൽ മതി കേട്ടോ. ടു ഫങ്ഷൻ ആസ് എ അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി. ആർക്കൊക്കെ വേണ്ടിയാ? ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക്. മനസ്സിലായില്ലേ? അതെന്തിനാ? നമ്മുടെ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെയും ഇൻട്രസ്റ്റ് അല്ലെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് അവരുടെ താല്പര്യങ്ങള് നിലനിർത്താൻ വേണ്ടി ഈ പറയുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഉപദേശക ബോഡിയായി പ്രവർത്തിക്കുക. ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടോ? സെന്റൻസ് ഇത്തിരി ലെങ്തി ആവുന്നുള്ളൂ പക്ഷെ പറഞ്ഞേക്കുന്ന കാര്യം കുഞ്ഞു കാര്യം. അത് കുറെ സ്ഥാപനങ്ങളുടെ പേരുകൾ എടുത്തു പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് ആ സെന്റൻസ് ഇത്തിരി നീളം വന്നത്. കുഴപ്പമില്ലല്ലോ. എന്നാലും ആ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ നോക്കുക. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഒരു ഉപദേശക ബോഡിയായി പ്രവർത്തിക്കാം. എന്തിനു വേണ്ടിയാ അത് അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിന്റെയോ കമ്മ്യൂണിറ്റിയുടെയോ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്.
ക്ലിയർ ആണ് അല്ലെ? ഇനി 11ാമത്തെ പോയിന്റ് നോക്കിയേ. To help to prepare SOP, SOPs എന്താ പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ പഠിച്ചില്ലേ? എക്സ്പാൻഡഡ് ഫോം. അവിടെ അതൊന്ന് നോട്ട് ചെയ്തിട്ടു കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. സോപ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സോപ്സ്. എന്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്തിന് സഹായിക്കണം? പ്രിപ്പയർ ചെയ്യാൻ. എന്ത് പ്രിപ്പയർ ചെയ്യാനാ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. മാനുവലുകള്. മാനുവൽ എന്ന് പറഞ്ഞ എന്താ? മാനുവൽ എന്താ? എന്താണ് മാനുവല്? ഗ്രന്ഥങ്ങൾ അല്ലെ? ചെറിയ ലഘു ഗ്രന്ഥങ്ങള്. ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ എന്താ? സാഹിത്യപരമായിട്ടുള്ള ബുക്കുകള് ആൻഡ് ബുക്സ്. കണ്ടോ? അപ്പൊ ഇത്രയും പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അത്രയുള്ള ആ പോയിന്റില് കണ്ടോ എന്താ പറഞ്ഞേക്കുന്നേ? ടു ഹെൽപ് ടു പ്രിപ്പയർ SOP, SOPs, മാനുവൽ, ലിറ്ററേച്ചർ ആൻഡ് ബുക്സ്. അത്രയാണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്യട്ടാ. ഇനി ആർക്കൊക്കെ വേണ്ടിയാ നോക്കിയേ. ഓൺ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് കെയർ ടെക്നോളജി, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്ട്സ്, ടെക്സ്റ്റ് ബുക്ക് ഫോർ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസ്, അവർക്കുള്ള ടെക്സ്റ്റ് ബുക്ക് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി. ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ അധ്യാപകരെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റുഡൻസിനും അധ്യാപകർക്കും ബെനിഫിറ്റിനും വേണ്ടിയിട്ട് ഈ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സിന്റെ ബുക്കുകള്. പിന്നെ അതുപോലെ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആൻഡ് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എന്താ ഈ സംഭവങ്ങൾ? ഏതാ? സോപ്സ്, മാനുവൽ, ലിറ്ററേച്ചർ, ബുക്സ്. ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ക്ലിയർ ആയോ ആ പോയിന്റ്? കണ്ടോ? വലിയൊരു സെന്റൻസ് ആയിരുന്നു, പക്ഷെ പറഞ്ഞേക്കുന്ന കാര്യം കുഞ്ഞു കാര്യം. സോപ്സ്, മാനുവൽ, ലിറ്ററേച്ചർ, ബുക്സ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ക്ലിയർ ആയോ? പോയിന്റ്? താഴെ തന്നേക്കുന്നത് അവർക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. ഓൺ ഹെൽത്ത് കെയർ മാനേജ്മെന്റിന്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്ട് അതിനു വേണ്ടി, ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സിനുള്ള ബുക്കുകൾ, പിന്നെ അതുപോലെ സ്റ്റുഡൻസിനും മറ്റുള്ള അധ്യാപകർക്കും വേണ്ടിയിട്ട് അവർക്കുള്ള ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സിന്റെ ബുക്കുകള്, ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ കാര്യങ്ങള് അല്ലെ മുതലായ മേഖലയുമായി എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ സോപ്സ്, മാനുവൽ, ലിറ്ററേച്ചർ, ബുക്സ് ഇതെല്ലാം എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. എത്ര പോയിന്റ് നമ്മൾ പറഞ്ഞു? 11 പോയിന്റ് ആണ് അല്ലെ പറഞ്ഞത്. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ നിങ്ങള്? ജസ്റ്റ് ഒന്ന് നമ്മൾ ആ അണ്ടർലൈൻ ചെയ്തിട്ട് കാര്യം മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ 11 പോയിന്റ് പറഞ്ഞത് കേട്ടോ. ഞാനിത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നമുക്ക് തീർത്തില്ല. അടുത്ത ക്ലാസ്സിലേക്ക് കയറും. ഇനി അതില് പോയിന്റ്സുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് കുഞ്ഞു കാര്യം ഓർത്ത് വെക്കാൻ പറ്റില്ലേ? ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. സോപ്സ്, മാനുവൽ, ലിറ്ററേച്ചർ, ബുക്സ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അല്ലേ? പിന്നെ അതിന് മുന്നേ എന്താ പറയാ, പിന്നെ ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയില് അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വേണ്ടിയിട്ട് അവാർഡുകൾ, സ്കോളർഷിപ്പ്, അസിസ്റ്റൻസുകളൊക്കെ നൽകുക. ഓക്കെ. പിന്നെ നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, മറ്റുള്ള പേഴ്സണൽ ഇവർക്കിടെയൊക്കെ നോളജും സ്കിൽസും ഒക്കെ നവീകരിക്കുക. ഓക്കെ. പിന്നെ നമുക്ക് എന്താ പറയാ, ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ട്രെയിനിങ് ആൻഡ് റിസർച്ച്, ഹോസ്പിറ്റൽ സർവീസ്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇവർക്കൊക്കെ ട്രെയിനിങ് പിന്നെ റിസർച്ചിനുമുള്ള അവസരങ്ങൾ കൊടുക്കുക. ഓക്കെ. പോയിന്റ്സുകൾ ക്ലിയർ ആണല്ലോ അല്ലെ? ബാക്കിയൊക്കെ നമുക്ക് തന്നെ അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. 11 പോയിന്റ് നമ്മൾ കഴിഞ്ഞു. ഇനി അതിലൊരു 2-3 പോയിന്റ് കൂടി ഉണ്ട്. 12, 13, 14 ഇതുകൂടി കഴിഞ്ഞ ആ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു. പിന്നെ ഉള്ളതൊക്കെ എളുപ്പമാട്ടോ. ഇനിയൊക്കെ നമുക്ക് അറിയാവുന്നതും ഇച്ചിരി ഫോർമുലാസ്, മോർട്ടാലിറ്റി, ഇൻഫന്റ് മോർട്ടാലിറ്റി, പിന്നെ അടുത്ത ഫാക്ടേഴ്സ്, ഡിഫറൻസ്, ഇനിയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യം. ഈ 2 കാര്യം മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ ഒരിത്തിരി ലെങ്തി ആയിട്ട് കിടക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സുകൾ ഇതൊക്കെ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. താങ്ക് യു. കുറച്ച് കാര്യം പഠിച്ചോളൂ, ഒന്ന് നോട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.